ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട വാങ്ങിയിട്ട് വന്നേക്കാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കണ്ട, അപ്പോൾ കറി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിനായിട്ട് മുട്ടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ തന്നെ പുറത്ത് പോയപ്പോൾ ചൂടൻ പൊറോട്ട ഉണ്ടാക്കണുണ്ട്, അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നതാട്ടോ. അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായ മതി എന്ന് പറഞ്ഞ് ഞാൻ അതും വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊറോട്ടയുടെ കൂടെ കട്ടൻ ചായ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള പൊറോട്ടയായിരുന്നു, നല്ല ചൂടും ഉണ്ടായി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. പിന്നെ ഇപ്പോൾ മോനാണെങ്കിൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ലഞ്ച് കൊടുത്തു വിടണ്ട കേട്ടോ, അവർക്ക് ടിഫിൻ കൊടുത്തു വിടണ്ട, ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് ആ ജോലിയും ഇന്ന് കുറവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ കുറേ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ മോന് വണ്ടി അവൻ്റെ ബസ് വന്നത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതാട്ടോ. ഇപ്പോൾ 8:15 ആകുമ്പോഴാണ് അവൻ്റെ സ്കൂൾ ബസ് വന്നത്. അങ്ങനെ മോനെ ബസ് കയറ്റി വിടാൻ വേണ്ടി ഞാനിവിടെ സിറ്റ് ഔട്ടിൽ കസേരയിൽ ഇരിക്കണ്ടായിട്ടോ. അപ്പം മോൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഒന്ന് വന്ന് തടയും പോലെ എനിക്ക് തോന്നി, ഒരു ചെറിയൊരു കുത്ത് കിട്ടിയ പോലെ. അങ്ങനെ നോക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ ഫോണും ഉണ്ടായല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സ്നേക്ക് പ്ലാന്റിൽ ഒരു കടന്നൽ കൂട് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് ശല്യമായപ്പോഴാണ് അതെന്നെ കുത്തിയത്. പിന്നെ കാര്യമായിട്ടുള്ള കുത്ത് കിട്ടിയില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാലും കുറേ ടൈം അതെൻ്റെ കൈ ഇങ്ങനെ ഒരു കട്ട് പോലെ, ഒരു കഴുപ്പ് പോലത്തെ വേദന ഉണ്ടായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തുളസി നീരൊക്കെ തേച്ച് അതങ്ങനെ തന്നെ മാറി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ആ പ്ലാന്റ് അവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് ഇറക്കിയും വെച്ചു കേട്ടോ, ഇനി വേറെ ആരെയും കുത്തണ്ടെന്ന് വിചാരിച്ച്. വേറെ എന്തോ ഒരു സ്ഥലം ഉണ്ട്, എന്നിട്ട് അവർക്ക് കൂട് കൂട്ടാൻ കിട്ടിയ സ്ഥലമാണത്. പിന്നെ വന്നിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങ ഉണ്ടായി. അപ്പോൾ അത് എന്നാൽ മോരുകറി വയ്ക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ അരിഞ്ഞ് വേവിച്ച് മറ്റേ പച്ചമുളകും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു. പിന്നെ തേങ്ങയൊക്കെ ചിരകി അരച്ച് മോരൊക്കെ ഒഴിച്ച് നമ്മുടെ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മോര് കറി എല്ലാവർക്കും അറിയാവുന്ന കറിയാണല്ലോ. പിന്നെ ഇന്ന് മീൻ ഞാൻ ഈ മോര് കറി വെച്ച് കഴിയണവരെയും കിട്ടിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞപ്പോഴാണ് സാധാരണ വാങ്ങണ സ്ഥലത്താണെങ്കിൽ രാവിലെ തന്നെയാണ് മീൻ വന്നത്. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് പോയിട്ടുണ്ടായില്ല. ഇതിപ്പോൾ വേറെ എന്തോ ആവശ്യത്തിന് എവിടെയോ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് മീൻ വാങ്ങിയിട്ട് വന്നതാണ്. നല്ല ഫ്രഷ് മത്തിയായിരുന്നു. അപ്പോൾ കറി വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അന്ന് അത് ഫ്രൈ ചെയ്യാനെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൊഴുവയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊഴുവ നമ്മുടെ ബ്യൂട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവൾക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് തന്നതാണ് കൊഴുവ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ അതിനകത്താണെങ്കിൽ നമ്മുടെ മത്തിക്കകത്ത് നിറയെ പനഞ്ഞെല്ലും ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്തു. പിന്നെ കുറച്ച് കോവയ്ക്ക് അവിടെ ഉണ്ടായി, അത് ഞാൻ വെറുതെ പച്ചമുളകും സവാളയൊക്കെ ഇട്ട് മെഴുക്ക് പുരട്ടിയൊക്കെ ആക്കിയെടുത്ത് അങ്ങനെ അതും റെഡിയാക്കി. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരമാണ്. ഇത് കണ്ടു, ഇത് പൊന്നാങ്കണ്ണിച്ചീര കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ ദിവസങ്ങളായി ഞാനിത് എടുക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവിടെ ഒക്കെ കണ്ടോ, തണ്ടിൻ്റെ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളം തണ്ടായിരിക്കുമ്പോൾ തന്നെ എടുത്താൽ നല്ലതാണ്, പക്ഷേ ടൈം കിട്ടിയില്ല. അപ്പോൾ ഇനി നമ്മുടെ ഈ ഇലകൾ കളയണ്ട, അതൊക്കെ നുള്ളി എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇതിങ്ങനെ നമ്മുടെ ഒരു ചൈനീസ് ബോൾസം പൂ ഉണ്ടായി നിൽക്കുന്നതാണ്. ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്കാണെങ്കിൽ നമുക്കിങ്ങനെ നുള്ളി എടുക്കാൻ കുറേ ടൈം വേണം കേട്ടോ. കുറേ ചീരയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ അതിൻ്റെ അടിയിൽ പുഴുക്കളെയൊക്കെ നോക്കി നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ വേണം എടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നത്. ഇതിപ്പോൾ എനിക്ക് അധികമൊന്നുമില്ല, ഞാനിത് വേറൊരു ചോട് ഇവിടെയും വെച്ചിട്ടുണ്ട്, പുറകുവശത്താണിത്. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തിട്ട് വന്നു. എന്നിട്ട് പിന്നെ ഇനി അതൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ചീരയുടെ ഇലയുടെ കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് തോരൻ വയ്ക്കുക. അപ്പോൾ നമ്മൾ രാവിലെ ജോലികളുടെ ഇടയ്ക്ക് പോയിട്ട് ഇത് പൊട്ടിച്ച് ക്ലീനാക്കി തോരൻ വയ്ക്കുമ്പോഴത്തേനും നേരം ഒരുപാട് പോകും. അപ്പോൾ ഇന്ന് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നാളെ നമുക്കതെടുത്ത് അരിഞ്ഞെടുത്താൽ മതിയല്ലോ, കഴുകി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ട് വന്നതാണ്. പിന്നെ ഇത് ഇവിടുത്തെ തൊണ്ടൊക്കെ ഞാനിങ്ങനെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ, വലിയ മഴയൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ചാറിയാലും അത് കഴിഞ്ഞിട്ട് നല്ല വെയിലാണ്. പിന്നെ രാത്രിയാണ് മഴ പെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മുട്ടത്തോടൊക്കെ ഉണങ്ങി കിട്ടി. അപ്പോൾ അത് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് വയ്ക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികളുടെയും പച്ചക്കറി തൈകളുടെയൊക്കെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലൊരു വളമാണ്. പിന്നെ ഇതുപോലെ തന്നെ ചായപ്പൊടിയുടെ ചണ്ടിയും ഒക്കെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വയ്ക്കാം. പിന്നെ ഏത്തപ്പഴത്തിൻ്റെ തോല് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കാം. സവാളയുടെ തോലൊക്കെ പൊടിക്കാം കേട്ടോ. അതിനൊക്കെ നല്ല വെയിൽ വേണം. ഇപ്പം അത്ര വെയിലൊന്നുമില്ലല്ലോ. അപ്പം മുട്ടത്തോടൊക്കെ ഉണങ്ങാനുള്ള നല്ല വെയിലുണ്ട്.
അങ്ങനെ അതൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചായയൊക്കെ ഇട്ടു. ചായ എടുത്തു കഴിഞ്ഞപ്പോൾ മിക്സർ ഉണ്ടായി. എന്നാൽ അതും കൂടി ആവട്ടെ എന്ന് വിചാരിച്ച് ചായക്ക് അതൊക്കെ എടുത്തിട്ട് വൈകുന്നേരത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വേറെ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.